ഖാറൂൻ. മൂസാ നബിയുടെ കാലത്ത് അഥവാ BC 13-ാം നൂറ്റാണ്ടിൽ ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട ഒരു ധനാഢ്യൻ ജീവിച്ചിരുന്നു. ഖൈറോയിൽ നിന്ന് 150 കിലോമീറ്റർ ദൂരെ ഖസർ ഖാറൂൻ എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ഖുർആൻ പറയുന്നു, അധ്യായം 28 ഖസസ്, സൂക്തം 76, തീർച്ചയായും ഖാറൂൻ മൂസായുടെ ജനതയിൽപ്പെട്ടവനായിരുന്നു. എന്നിട്ടും അവൻ അവരോട് അതിക്രമം കാണിച്ചു. ശക്തരായ ഒരു സംഘത്തിന് പോലും വഹിക്കാൻ കഴിയാത്ത ഭാരമായിരിക്കത്തക്കവണ്ണം നിക്ഷേപങ്ങൾ നാം അവന് നൽകുകയും ചെയ്തു. അവന്റെ ജനങ്ങൾ അവനോട് പറഞ്ഞു, നീ അത്യധികം ആഹ്ലാദിക്കരുത്. അമിതമായി ആഹ്ലാദിക്കുന്നവരെ ദൈവം ഇഷ്ടപ്പെടുകയില്ല. ഇത് ഖാറൂന്റെ കിണർ, ബുഹൈറത്ത് ഖാറൂൻ അഥവാ ഖാറൂൻ തടാകം എന്ന പേരിൽ ഇപ്പോഴും അറിയപ്പെടുന്ന ഈ തടാകത്തിലെ മത്സ്യബന്ധനവും ചുറ്റുമുള്ള കൃഷിയും അവനെ കോടീശ്വരനും അഹങ്കാരിയുമാക്കി. തന്റെ സമ്പൽ സമൃദ്ധി സ്വന്തം അറിവ് കൊണ്ട് നേടിയതാണെന്നും ദൈവത്തോട് തനിക്ക് കടപ്പാടില്ലെന്നും ധിക്കാരപൂർവം അവൻ പ്രഖ്യാപിച്ചു. പ്രതിഫല നാളിനെ അവൻ നിഷേധിച്ചു തള്ളി. മാത്രമല്ല, അവൻ ഗുണ്ടായിസത്തിന് ഒരുങ്ങുകയും മൂസാ നബിക്കെതിരിൽ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. തന്റെ പ്രൗഢി ജനങ്ങൾക്കിടയിൽ പ്രദർശിപ്പിക്കാൻ അവൻ ഒരു പ്രകടനം നടത്തി. ഭൗതിക ലോകം പരീക്ഷണത്തിനുള്ള താൽക്കാലിക ലോകം മാത്രമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർക്ക് അവന്റെ പ്രൗഢിയിൽ യാതൊരു അസൂയയോ പരിഭവമോ അസംതൃപ്തിയോ അനുഭവപ്പെട്ടില്ല. എന്നാൽ വിശ്വാസത്തിൽ ബലഹീനരായ ആളുകൾ അതുപോലെ തങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്ന് പരിഭവിച്ചു. അധികം താമസിച്ചില്ല, അവനെയും അവന്റെ വീടിനെയും അള്ളാഹു ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞു. ഈ സ്ഥാനത്ത് നിസ്സഹായനായി ഭൂമിയിലേക്ക് താഴ്ന്നുപോയ അവനെയും പരിവാരങ്ങളെയും രക്ഷിക്കാൻ ആർക്കും സാധിച്ചില്ല. വഞ്ചനയിലൂടെയും അല്ലാതെയും പണം സമ്പാദിച്ച് നാട്ടിൽ ഗുണ്ടായിസം നടത്തുന്നവർ ഓർക്കുക, അന്ന് ഖാറൂനെ ആഴ്ത്തിക്കളഞ്ഞ അള്ളാഹുവിന് നിങ്ങളെയും നിഷ്പ്രയാസം നശിപ്പിക്കാൻ സാധിക്കും. കൂടാതെ പരലോകത്തിലെ നരകശിക്ഷ എന്തുമാത്രം കഠിനകഠോരവുമാണ്. വിനീതരാവുക, നന്മയിലേക്ക് മടങ്ങുക, അള്ളാഹുവോട് നന്ദി കാണിക്കുക. ബൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം. ഫലസ്തീനിൽ ജീവിച്ചിരുന്ന ദാവൂദ് നബിയുടെ പുത്രൻ സുലൈമാൻ അലൈഹിസ്സലാം എന്ന പ്രവാചകൻ പിതാവിന് ശേഷം രാജാവായി അധികാരമേറ്റു. അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ നിരവധി അമാനുഷിക സിദ്ധികളിൽ ഒന്നായിരുന്നു പക്ഷികളുമായി സംസാരിക്കാനുള്ള കഴിവ്. യമനിലെ മഅ്രിബിനടുത്ത് താമസിച്ചിരുന്ന സബഅ് ഗോത്രക്കാർ അവരുടെ രാജ്ഞിയായ ബൽഖീസിന്റെ നേതൃത്വത്തിൽ സൂര്യനെ ആരാധിക്കുന്നതായി താൻ കണ്ടുവെന്ന് മരംകൊത്തി പക്ഷി സുലൈമാൻ നബിയോട് പറഞ്ഞു. ബൽഖീസിന്റെ സൂര്യക്ഷേത്രത്തിന്റെ അവശിഷ്ടമാണിത്. തുബ്ബഅ് രാജവംശത്തിൽപ്പെട്ടവളായിരുന്നു രാജ്ഞി. സൃഷ്ടിപൂജ ഒഴിവാക്കണമെന്നും പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനുമായ സർവേശ്വരനെ മാത്രമേ ആരാധിക്കാവൂ എന്നും ആ ദൈവത്തിന്റെ കൽപ്പനക്ക് കീഴടങ്ങി സത്യവിശ്വാസിയാകണമെന്നും ദൈവീക നാമത്തിൽ തുടങ്ങുന്ന കത്തിൽ സുലൈമാൻ അലൈഹിസ്സലാം അവരോട് ആവശ്യപ്പെട്ടു. ആ കത്ത് യമനിലെത്തിച്ചതും അതേ പക്ഷി തന്നെയായിരുന്നു. സൃഷ്ടിപൂജകളുടെയും അന്ധവിശ്വാസങ്ങളുടെയും കൂരിരുട്ടിൽ നിന്ന് ലോകരക്ഷിതാവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന സത്യവിശ്വാസത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കടന്നുവന്ന ക്യൂൻ ഷേബ എന്ന ബൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങളാണ് യമനിലെ സബയിൽ നിങ്ങൾ കാണുന്നത്. രാജ്ഞി യമനിൽ നിന്ന് 2200 കിലോമീറ്റർ ദൂരെ കിടക്കുന്ന ജെറൂസലമിൽ സുലൈമാൻ നബിയുടെ അടുക്കലെത്തി. അതിനു മുമ്പ് തന്നെ രാജ്ഞിയുടെ കൊട്ടാരത്തിനുള്ളിലെ സിംഹാസനം അമാനുഷികതയിലൂടെ യമനിൽ നിന്ന് ജെറൂസലമിലെത്തിച്ചിരുന്നു. ജെറൂസലമിലെത്തിയ രാജ്ഞി പ്രഖ്യാപിച്ചു,
അധ്യായം 27 നംൽ സൂക്തം 44. قالت رب إني ظلمت نفسي وأسلمت مع سليمان لله رب العالمين. എന്റെ രക്ഷിതാവേ, ഞാൻ എന്നോട് തന്നെ അന്യായം ചെയ്തിരിക്കുന്നു. ഞാനിതാ സുലൈമാനോടൊപ്പം ലോകരക്ഷിതാവായ അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. ഈ സംഭവം നടന്നത് BC 10-ാം നൂറ്റാണ്ടിലാണ്. മസ്ജിദുൽ അഖ്സ. മക്കയിലെ മസ്ജിദുൽ ഹറാം ഖിബലയാക്കുന്നതിന് മുൻപ് ഫലസ്തീനിലെ ജെറൂസലമിൽ സ്ഥിതി ചെയ്യുന്ന ഈ മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞായിരുന്നു മുസ്ലിങ്ങൾ നമസ്കരിച്ചിരുന്നത്. മസ്ജിദുൽ ഹറാമും മസ്ജിദുൻ നബവിയും കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയാണ് സുലൈമാൻ നബി നിർമ്മിച്ച ഈ മസ്ജിദുൽ അഖ്സ അഥവാ ബൈത്തുൽ മുഖദ്ദസ്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഇവിടെ എത്തിച്ച ശേഷമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആകാശാരോഹണം അഥവാ മിഅ്റാജ് സംഭവിച്ചത്. അതേ സ്ഥാനത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിർമ്മിച്ചതും പിന്നീട് ഉമവി ഖലീഫ അബ്ദുൽ മലിക് പുതുക്കി പണിതതുമായ സൗധമാണ് ഈ ഖുബ്ബത്തുസ് സഖ്റ അഥവാ ഡോം ഓഫ് ദി റോക്ക്. യൂനുസ് അലൈഹിസ്സലാം ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദിൽ നിന്ന് 400 കിലോമീറ്റർ വടക്ക് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് നീനവ അഥവാ മൂസുൽ. ഈ ടൈഗ്രീസ് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന നീനവായിലെ പ്രവാചകനായിരുന്നു യൂനുസ് നബി. അദ്ദേഹത്തിന്റെ പ്രബോധനവും ഉപദേശവും ഈ നാട്ടുകാർ വകവെക്കാതായപ്പോൾ അവരുടെ മേൽ കോപിച്ചുകൊണ്ട് ഈ നീനവായിൽ നിന്ന് അദ്ദേഹം കപ്പലിൽ നാടുവിട്ടു. അപകടാവസ്ഥയിൽ കപ്പലിൽ നിന്ന് ഭാരം കുറക്കാൻ ചിലരെ പുറത്തെറിയേണ്ടി വന്നു. അതിനുവേണ്ടി നറുക്കിട്ടപ്പോൾ കിട്ടിയത് യൂനുസ് നബിയുടെ പേരായിരുന്നു. കടലിൽ എറിയപ്പെട്ട അദ്ദേഹത്തെ ഭീമാകാരമായ ഒരു മത്സ്യം വിഴുങ്ങി. അള്ളാഹുവിന്റെ സമ്മതം കിട്ടുന്നതിന് മുൻപ് നാടുവിട്ട അദ്ദേഹം മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് താൻ ചെയ്ത തെറ്റിൽ പശ്ചാത്തപിച്ചു. രക്ഷിക്കാൻ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു. മത്സ്യം അദ്ദേഹത്തെ വായിലൂടെ കരയിലേക്ക് പുറന്തള്ളി. 100,000-ൽ പരം ജനസംഖ്യയുള്ള തന്റെ ജനങ്ങളിലേക്ക് വീണ്ടും അദ്ദേഹം മടങ്ങിയെത്തി. ദൈവിക സന്ദേശം അംഗീകരിച്ച ജനങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിച്ചു. ധിക്കാരികളായിരുന്ന യൂനുസ് നബിയുടെ ജനതക്ക് ശിക്ഷയെക്കുറിച്ച് അള്ളാഹു താക്കീത് നൽകിയിരുന്നുവെങ്കിലും അവർ പശ്ചാത്തപിച്ചു മടങ്ങിയതിനാൽ ശിക്ഷ ഇറക്കാതെ രക്ഷിച്ചു എന്ന് അധ്യായം 10 സൂക്തം 98 അള്ളാഹു പറയുന്നുണ്ട്. മൂസുലിലെ ഈ പള്ളിക്ക് സമീപമാണ് യൂനുസ് നബിയുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത്. ദുൽഖർനൈനി. അധ്യായം 18 അൽ കഹ്ഫ് 83 മുതൽ 99 വരെയുള്ള സൂക്തങ്ങൾ ദുൽഖർനൈനി എന്ന മഹാന്റെ ചരിത്രം വിവരിക്കുന്നു. യൂറോപ്യൻ രാഷ്ട്രമായ സോവിയറ്റ് ജോർജിയയുടെ തലസ്ഥാനമായ തിബിലിസി പട്ടണമാണ് ഇത്. BC 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ദുൽഖർനൈനിയുടെ ജനത ജീവിച്ച പ്രദേശങ്ങളാണ് ഇവ. നൂഹ് നബിയുടെ മകനായ യാഫിസിന്റെ സന്തതികളാണ് യഅ്ജൂജ് മഅ്ജൂജ് വംശക്കാർ. യഅ്ജൂജിന്റെ വംശം താർത്താരികൾ എന്നും മഅ്ജൂജിന്റെ വംശം മംഗോളിയർ എന്നും അറിയപ്പെട്ടു. തെബിലീസിയിൽ നിന്ന് കൊക്കേഷ്യൻ പർവ്വതനിരയിലെ ദാരിയാൽ മലയിടുക്കിലേക്കുള്ള റോഡിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. ദാരിയാലിനപ്പുറത്ത് ജീവിച്ചിരുന്ന യഅ്ജൂജ് മഅ്ജൂജിലെ അപരിഷ്കൃതരും ക്രൂരന്മാരുമായ ഗോത്രവർഗക്കാർ ദാരിയാൽ മലയിടുക്കിലൂടെ വന്ന് കാക്കസസിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ കൊള്ള നടത്താറുണ്ടായിരുന്നു. ഇക്കാര്യമാണ് തെബിലിസി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഹിസ്റ്ററി പ്രൊഫസർ ഡോക്ടർ ഡെൻഡുവി ഡുണ്ടുവ പറയുന്നത്. Yes, there are some passes, but the most important pass was this pass, because most aggressive tribes were living beyond this pass. അവരുടെ കൊള്ളയിൽ നിന്ന് തങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന്
അക്കാലത്ത് ഈ ജോർജിയൻ പ്രദേശത്ത് ജീവിച്ചിരുന്ന ആളുകൾ അവരുടെ രാജാവായ ദുൽഖർനൈനിയോട് ആവശ്യപ്പെട്ടു. സൈറസ് എന്ന പേർഷ്യൻ ചക്രവർത്തിയാണ് ദുൽഖർനൈനി എന്നതാണ് പ്രബലമായ അഭിപ്രായം. അദ്ദേഹം പറഞ്ഞു, അധ്യായം 18 അൽ കഹ്ഫ്, സൂക്തം 96, آتوني زبر الحديد حتى إذا ساوى بين الصدفين قال انفخوا حتى إذا جعله نارا قال آتوني أفرغ عليه قطرا. എനിക്ക് നിങ്ങൾ ഇരുമ്പ് കട്ടികൾ കൊണ്ടുവരൂ. അങ്ങനെ ആ പർവ്വത പാർശ്വങ്ങളുടെ ഇടസമമാക്കി തീർത്തിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തീ കൊണ്ട് ഊതുവിൻ. അത് ചുട്ടുപഴുത്ത് തീ ആയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ചെമ്പ് ദ്രാവകം കൊണ്ടുവരൂ, ഞാൻ അതിന്മേൽ ഒരുക്കി ഒഴിക്കാം. ദുൽഖർനൈനി കെട്ടിയ മതിൽ തബ്ലീസിയിൽ നിന്ന് റഷ്യൻ സംസ്ഥാനമായ ഒസറ്റിയയിലേക്കുള്ള ഈ റോഡിൽ ദാരിയാൽ മലയിടുക്കിലായിരുന്നുവെന്നതാണ് പ്രമുഖ വ്യാഖ്യാനം. ആ മതിൽ ഭദ്രമായിരുന്നതിനാൽ യഅ്ജൂജ് മഅ്ജൂജിന്റെ കൊള്ളയിൽ നിന്ന് ജനങ്ങൾ രക്ഷപ്പെട്ടു. പിൽക്കാലത്ത് ആ മതിൽ നിശേഷം തകർക്കപ്പെട്ടതിനാൽ ഇപ്പോൾ ദാരിയാലിൽ മതിൽ നിലവിലില്ല. ലോഹമതിൽ നിർമ്മിക്കാനുള്ള തന്റെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം ജനങ്ങൾക്കായി ഉപയോഗപ്പെടുത്തിയ ദുൽഖർനൈനിയുടെ നാമം ദൈവിക ഗ്രന്ഥത്തിലൂടെ അന്ത്യനാൾ വരെ അല്ലാഹു നിലനിർത്തി. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ വിജ്ഞാനം നേടിയവർ ദുൽഖർനൈനിയുടെ മാതൃക പിന്തുടരുക. സമൂഹത്തിന്റെ പുരോഗതിക്കായി വിജ്ഞാനം ഉപയോഗിക്കുക. ഇരുലോകത്തിലും നേട്ടം കൈവരിക്കുക. പിൽക്കാലത്ത് ദാരിയാലിൽ നിർമ്മിക്കപ്പെട്ട ഒരു കൽമതിലിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും കാണപ്പെടുന്നു. ഈസ അലൈഹിസ്സലാം അഥവാ യേശുക്രിസ്തു ബത്ലഹേം ദൈവദൂതനായ ഈസ അലൈഹിസ്സലാം അഥവാ യേശുക്രിസ്തു ജനിച്ചതായി വിശ്വസിക്കപ്പെടുന്നത് ഇവിടെയാണ്. അദ്ദേഹത്തെ ദൈവം പരലോകത്ത് വിചാരണ ചെയ്യുന്ന രംഗം ഖുർആൻ ഇങ്ങനെ വിവരിക്കുന്നു. അധ്യായം 5 മായിദ 116, 117 വചനങ്ങളിൽ വിവരിക്കുന്നു. മറിയമിന്റെ മകനായ യേശു ദൈവത്തിനു പുറമെ എന്നെയും എന്റെ മാതാവിനെയും ദൈവങ്ങളാക്കിക്കൊള്ളുവിൻ എന്ന് നീയാണോ ജനങ്ങളോട് പറഞ്ഞത്? അദ്ദേഹം പറയും, നീ എത്ര പരിശുദ്ധൻ. എനിക്ക് പറയാൻ യാതൊരു അവകാശവുമില്ലാത്തത് ഞാൻ പറയാവതല്ലോ. ഞാനത് പറഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും നീ അത് അറിയുമായിരുന്നു. എന്റെ മനസ്സിലുള്ളത് മുഴുവൻ നീ അറിയും. നിന്റെ മനസ്സിലുള്ളത് ഞാൻ അറിയുകയില്ല. തീർച്ചയായും നീ തന്നെയാണ് അദൃശ്യകാര്യങ്ങൾ അറിയുന്നവൻ. നീ എന്നോട് കൽപ്പിച്ച കാര്യം, അഥവാ എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ ദൈവത്തെ നിങ്ങൾ ആരാധിക്കണം എന്ന കാര്യം, അതുമാത്രമേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അവർക്കിടയിൽ ഉണ്ടായിരുന്നപ്പോഴൊക്കെ ഞാൻ അവർക്ക് സാക്ഷിയായിരുന്നു. പിന്നീട് നീ എന്നെ പൂർണ്ണമായും ഏറ്റെടുത്തപ്പോൾ നീ തന്നെയായിരുന്നു അവരുടെ മേൽ നിരീക്ഷിച്ചിരുന്നവൻ. മഅ്രിബ് അണക്കെട്ട്. യമന്റെ തലസ്ഥാനമായ സ്വൻആയിൽ നിന്ന് 200 കിലോമീറ്ററോളം അകലെയാണ് മഅ്രിബ്. അവിടെ ജീവിച്ചിരുന്ന
സബഅ് ഗോത്രത്തെ ഭരിച്ച ബൽക്കീസ് രാജ്ഞി സുലൈമാൻ നബിയിൽ വിശ്വസിക്കുകയും ജെറൂസലമിലേക്ക് പോവുകയും ചെയ്തിരുന്നു. സബഅ് ഗോത്രം അക്കാലത്ത് ജീവിച്ചിരുന്ന വീടുകളാണിത്. അവർക്ക് അല്ലാഹു വമ്പിച്ച അനുഗ്രഹങ്ങൾ നൽകി. അധ്യായം 34 സബഅ് 15-ാം സൂക്തത്തിൽ അക്കാര്യം വിശദമാക്കുന്നുണ്ട്. സമൃദ്ധമായ 2 കൃഷിത്തോട്ടങ്ങൾ, സുഖകരമായ ജീവിതം, നന്ദി കാണിക്കുന്നതിന് പകരം സമ്പൽ സമൃദ്ധിയിൽ മതിമറന്ന് നിഷേധികളും നന്ദികെട്ടവരുമായി വിഹരിച്ച സബഅ് ഗോത്രക്കാരുടെ കൃഷിസ്ഥലങ്ങൾ ഇവിടെയായിരുന്നു. അവർ ജലസേചനത്തിനായി ഉപയോഗപ്പെടുത്തിയിരുന്ന അണക്കെട്ട് പൊട്ടിത്തകർന്നു. ശക്തമായ വെള്ളപ്പാച്ചിലിൽ ഫലസമൃദ്ധമായ തോട്ടങ്ങൾ അല്ലാഹു നശിപ്പിച്ചു. അധ്യായം 34 സബഅ് 16-ാം സൂക്തത്തിൽ പറഞ്ഞ ആ സംഭവം നടന്നത് ബൽക്കീസ് രാജ്ഞിയുടെ കാലത്തിന് 1100 വർഷങ്ങൾക്കു ശേഷം AD 120 ആയിരുന്നു. പൊട്ടിത്തകർന്ന ആ ഡാമിന്റെ അവശിഷ്ടമാണിത്. عليهم سيل العرم وبدلناهم بجنتيهم جنتين ذواتي أكل خمط وأثل وشيء ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. അനുഗ്രഹങ്ങൾക്ക് ദൈവത്തോട് നന്ദി കാണിക്കുക. UAE പ്രസിഡന്റ് ഷെയ്ഖ് സായിദ് അടുത്ത കാലത്ത് സബയിൽ പുനർനിർമ്മിച്ച ഡാമാണിത്. തകർന്നുപോയ ഡാമിന്റെ അല്പം മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റുമുള്ള മലകളിൽ നിന്നുള്ള വെള്ളമാണ് ഇതിൽ ശേഖരിക്കപ്പെടുന്നത്. ഗുഹാവാസികൾ. ഖുർആനിൽ അധ്യായം 18 അൽ കഹ്ഫ് 9 മുതൽ 26 വരെയുള്ള സൂക്തങ്ങളിൽ വിശദമായി പരാമർശിച്ച ഗുഹയിലേക്കാണ് നാം യാത്ര ചെയ്യുന്നത്. AD 98 മുതൽ 117 വരെ റോമാ സാമ്രാജ്യം ഭരിച്ച ട്രാജൻ എന്ന ക്രിസ്ത്യൻ ചക്രവർത്തി ജനങ്ങളെ ബിംബാരാധനക്ക് നിർബന്ധിച്ചു. അതിന് വിസമ്മതിക്കുന്നവരെ വധിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഏകദൈവത്തെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്നും യേശുവിന്റേതുൾപ്പെടെയുള്ള യാതൊരു ബിംബങ്ങളെയോ സൃഷ്ടികളെയോ ആരാധിക്കുകയില്ലെന്നും പ്രഖ്യാപിച്ച സത്യവിശ്വാസികളായ 6 യുവാക്കൾ രാജാവിന്റെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ഒളിച്ചോടുകയായിരുന്നു. വഴിയിൽ അവരെ കണ്ട ആട്ടിടയനായ മറ്റൊരു യുവാവ് ഏകദൈവ വിശ്വാസത്തിൽ ആകൃഷ്ടനായി അവരോടൊപ്പം ചേർന്നു. 7 യുവാക്കളും പുതുതായി ചേർന്ന യുവാവിന്റെ നായയും കൂടി ജോർഡാൻ തലസ്ഥാനമായ അമ്മാൻ പട്ടണത്തിന് സമീപം റഖീമിൽ ഒരു കുന്നിൻ ചെരുവിൽ ഈ ഗുഹയിൽ അഭയം പ്രാപിച്ചു. അവർ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ നാഥ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം നീ ഞങ്ങൾക്ക് നൽകുകയും ഞങ്ങളുടെ കാര്യം നേരായ വിധത്തിൽ നിർവഹിക്കുവാൻ ഞങ്ങൾക്ക് സൗകര്യം നൽകുകയും ചെയ്യണമേ. അല്ലാഹു അവർക്ക് നിർഭയത്വം നൽകി. ഗാഢമായ ഉറക്കത്തിലാഴ്ത്തി. 300 വർഷം തുടർച്ചയായി ഉറങ്ങിക്കിടന്ന യുവാക്കൾ പിന്നീട് ഉണർന്നു. ഏതാനും മണിക്കൂറുകൾ മാത്രമേ തങ്ങൾ ഉറങ്ങിയിട്ടുള്ളൂ എന്ന് തെറ്റിദ്ധരിച്ച യുവാക്കൾ ആരുമറിയാതെ ഭക്ഷണം വാങ്ങാൻ ഒരാളെ മാർക്കറ്റിലേക്ക് വിട്ടു. 3 നൂറ്റാണ്ട് മുമ്പ് നിലവിലുണ്ടായിരുന്ന നാണയങ്ങളുമായി വന്ന യുവാവിനെപ്പറ്റി സംശയം തോന്നിയപ്പോൾ അദ്ദേഹം ഗവർണറുടെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടു. 3 നൂറ്റാണ്ട് മുമ്പ് ഗുഹയിൽ അഭയം പ്രാപിച്ച സത്യവിശ്വാസികളായ യുവാക്കൾ ദൈവിക കൽപ്പന പ്രകാരം ഉണർന്നെഴുന്നേറ്റ് വന്നുവെന്ന് മനസ്സിലാക്കിയ ഗവർണർ യുവാവിനെ അന്നത്തെ ബൈസന്റൈൻ ചക്രവർത്തിയായ തിയോഡോഷ്യസ് രണ്ടാമന്റെ മുമ്പിൽ ഹാജരാക്കി. AD 408 മുതൽ 450 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലം. യുവാവിന്റെ കൂടെ ഗുഹയിലേക്ക് തിരഞ്ഞുവന്ന ഗവർണറും ചക്രവർത്തിയും ജനങ്ങളും യുവാക്കളെ ആദരിച്ചു. ദൈവിക ശക്തി കണ്ട് ജനങ്ങൾ അമ്പരന്നു. ഉയിർത്തെഴുന്നേൽപ്പ് നാൾ സത്യമാണെന്നതിന് ഒരു സാമ്പിൾ കാണിക്കുകയായിരുന്നു അല്ലാഹു. വീണ്ടും ഗുഹയിൽ ഗാഢനിദ്രയിലേക്ക് ആഴ്ത്തപ്പെട്ട യുവാക്കൾ പിന്നീട് മരണപ്പെട്ടു. അവരുടെ മൃതദേഹങ്ങൾ ഗുഹക്കകത്തെ വെവ്വേറെ ഖബറുകളിൽ വെച്ചിരുന്നുവെങ്കിലും പിന്നീട് ഒരു ഖബറിലേക്ക് മാറ്റിവെക്കപ്പെട്ടു.
ഇപ്പോഴും ആ എല്ലുകൾ ഖബറിനകത്ത് കാണാം. വിവരണം നൽകുന്നത് ഗുഹയുടെ കാവൽക്കാരൻ മുഹമ്മദ് യൂസുഫുൽ അർഖൂബ്. قال قائل منهم كم لبثتم قالوا لبثنا يوما أو بعض يوم قالوا ربكم أعلم بما لبثتم فابعثوا أحدكم. ഗുഹയിലേക്ക് വെളിച്ചവും വായുവും കടക്കുന്ന ദ്വാരം. അവരുടെ നായയുടെ തലയോടും താടിയെല്ലും. പുറത്തുനിന്ന് ഗുഹയിലേക്ക് വായുവും വെളിച്ചവും കടക്കുന്ന ദ്വാരം. ഗുഹയ്ക്ക് മുകളിലെ തൂണുകൾ അവരെ ബഹുമാനിച്ചിരുന്ന റോമൻ വിശ്വാസികൾ നിർമ്മിച്ച ആരാധനാലയത്തിന്റെ അവശിഷ്ടങ്ങളാണ്. ഉമവിയ ഖലീഫ അബ്ദുൽ മലിക് നിർമ്മിച്ച സ്മാരക മന്ദിരത്തിന്റെ അവശിഷ്ടങ്ങളാണ് പാർശ്വഭാഗത്ത് കാണുന്ന കരിങ്കല്ലുകൾ. ഏറ്റവും അവസാനം ഗുഹാമുഖത്തെ മണ്ണ് മാറ്റിയത് 1963 റഫീഖ് വഫ അദ്ദീജാനി എന്ന ഗവേഷകന്റെ നേതൃത്വത്തിലാണ്. അബ്രഹത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. ക്രിസ്താബ്ദം 571 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടന്ന സംഭവം. അബ്സീനിയയിലെ ചക്രവർത്തിയായിരുന്ന നജ്ജാഷിയുടെ കീഴിൽ യമൻ ഭരിച്ചിരുന്ന അബ്രഹത്ത് എന്ന രാജാവ് യമനിൽ ഇപ്പോഴത്തെ ഓൾഡ് സൊൻആ മാർക്കറ്റിന് സമീപം അർഖദുൽ ഖലീസിൽ മക്കയിലെ കഅബക്കെതിരായി ഒരു ദേവാലയം പണിതു. ആ വ്യാജ കഅബ ഈ സ്ഥാനത്തായിരുന്നു പണിതിരുന്നത്. മക്കയിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമത്തിൽ പരാജയപ്പെട്ട അബ്രഹത്ത് ദൈവിക ഭവനമായ കഅബ പൊളിച്ചു നീക്കാൻ ആനയുടെ അകമ്പടിയോടെ ഒരു സൈന്യവുമായി മക്കയിലേക്ക് നീങ്ങി. മുസ്ലിം ലോകത്തിന്റെ ആത്മീയ കേന്ദ്രമായ ദൈവിക ഭവനം ദൈവം സംരക്ഷിച്ചു. സൈന്യം മുസ്ദലിഫയുടെയും മിനായുടെയും ഇടക്കുള്ള വാദി മുഅസ്സിറിൽ എത്തിയപ്പോൾ അല്ലാഹു അവരെ നശിപ്പിച്ചു. ഇതാണ് ആ സ്ഥലം. അധ്യായം 105 അൽ ഫീൽ. ആനക്കാരെ കൊണ്ട് നിന്റെ രക്ഷിതാവ് പ്രവർത്തിച്ചത് എങ്ങനെയെന്ന് നീ കണ്ടില്ലേ? അവരുടെ തന്ത്രം അവൻ പിഴവിലാക്കിയില്ലേ? ചുട്ടുപഴിപ്പിച്ച കല്ലുകൾ, അവരെ എറിയുന്ന കൂട്ടം കൂട്ടമായുള്ള പക്ഷികളെ അവരുടെ നേർക്ക് അവൻ അയക്കുകയും ചെയ്തു. അങ്ങനെ അവരെ തിന്നൊടുക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെയാക്കി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലമക്ക് 40 വയസ്സായപ്പോൾ മക്കയിൽ നിന്ന് 3 കിലോമീറ്റർ അകലെ ഈ ജബലന്നൂറിന്റെ ഉച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ഹിറാ ഗുഹയിൽ പോയി ഏകാന്തനായിരിക്കുക പതിവായിരുന്നു. എല്ലാ ദുഷ്പ്രവർത്തനത്തിൽ നിന്നും ചെറുപ്പം മുതലേ അദ്ദേഹം മുക്തനായിരുന്നു. അതിനാൽ അൽ അമീൻ അഥവാ വിശ്വസ്തൻ എന്നായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. തന്റെ ജനങ്ങളുടെ തിന്മ നിറഞ്ഞ ജീവിത രീതിയായിരുന്നു അദ്ദേഹത്തെ അലട്ടിയിരുന്നത്. ബിംബാരാധന, വ്യഭിചാരം, മദ്യപാനം, പെൺകുട്ടികളെ കുഴിച്ചുമൂടൽ, ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധം തുടങ്ങി നിരവധി ദുഷ്കൃത്യങ്ങളിൽ മുഴുകിയ അവസ്ഥ അദ്ദേഹത്തിന്റെ നിഷ്കളങ്ക മനസ്സിനെ വേദനിപ്പിച്ചു.
ഹിറാഗുഹയിൽ ദിവസങ്ങളോളം ധ്യാനനിരതനായിരിക്കുക അദ്ദേഹത്തിന്റെ പതിവായിരുന്നു. അന്ന് യാതൊരു സൗകര്യമോ ആൾതാമസമോ ഇല്ലാത്ത ഈ പർവ്വതത്തിന്റെ മുകളിൽ അദ്ദേഹം രാത്രിയിൽ പോലും കഴിച്ചുകൂട്ടുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ഹിറാഗുഹയിൽ ഇരിക്കുമ്പോൾ ലോകസൃഷ്ടാവായ ദൈവത്തിന്റെ കൽപ്പനപ്രകാരം ആകാശലോകത്ത് നിന്ന് ഈ പർവ്വതത്തിലേക്ക് ഇറങ്ങിവന്ന ജിബ്രീൽ അലൈഹിസലാം എന്ന മലക്ക് അദ്ദേഹത്തോട് കൽപ്പിച്ചു, വായിക്കുക. ഭയന്ന് വിറച്ച പ്രവാചകൻ പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയില്ല. മലക്ക് അദ്ദേഹത്തെ ശക്തമായി അണച്ചുകൂട്ടി വീണ്ടും കൽപ്പിച്ചു, വായിക്കുക. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയില്ല. മൂന്നാമതും ഇത് തന്നെ ആവർത്തിച്ചു. പിന്നീട് മലക്ക് ദൈവീക വചനങ്ങൾ ചൊല്ലിക്കൊടുത്തു. അധ്യായം 96, അലഖ് 1 മുതൽ 5 വരെ സൂക്തങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇഖ്റ വറബ്ബുക്കൽ അക്രം. الذي علم بالقلم علم الإنسان ما لم يعلم. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക. മനുഷ്യനെ അവൻ അള്ളിപ്പിടിക്കുന്ന ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചു. വായിക്കുക, നിന്റെ നാഥൻ അത്യുദാരനത്രേ. പേന കൊണ്ട് പഠിപ്പിച്ചവൻ മനുഷ്യനെ അവൻ അറിയാത്തത് പഠിപ്പിച്ചു. ഇത്രയും കേൾപ്പിച്ച ശേഷം ജിബ്രീൽ അപ്രത്യക്ഷനായി. ക്രിസ്താബ്ദം 610 മുതൽ ലോകാവസാനം വരെയുള്ള സർവ്വ മനുഷ്യർക്കും കർത്താവും ഈശ്വരനും അല്ലാഹുവുമായ ഒരേ ഒരു ദൈവത്തിൽ നിന്ന് അവതരിച്ച ഖുർആൻ എന്ന ഗ്രന്ഥത്തിന്റെ അവതരണത്തിന്റെ തുടക്കമാണത്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ ചരിത്രപ്രധാനമായ സംഭവം നടന്ന ഹിറാഗുഹയാണിത്. ജബലുന്നൂർ, പ്രകാശപർവ്വതം എന്ന പേരിലാണ് പിന്നീട് ഹിറാമല പ്രസിദ്ധമായത്. ഹിറാഗുഹയിൽ നിന്ന് ദിവ്യബോധനം കിട്ടിയത് മുതൽ 23 വർഷത്തെ ജീവിതത്തിൽ പലപ്പോഴായി കിട്ടിയ ദൈവീക വചനങ്ങളുടെ സമാഹാരമാണ് പരിശുദ്ധ ഖുർആൻ. 13 വർഷത്തെ മക്കാ ജീവിതം കടുത്ത അനുഭവങ്ങൾ നിറഞ്ഞതായിരുന്നു പ്രവാചകൻ. ബിംബങ്ങളെ കൈവെടിഞ്ഞ് ഏകദൈവത്തെ ആരാധിക്കാൻ കൽപ്പിച്ചതിനാൽ പ്രവാചകനും അനുചരന്മാരും എണ്ണിയാലൊടുങ്ങാത്ത മർദ്ദനങ്ങൾക്കിരയായി. മക്കയിൽ ജീവിതം അസാധ്യമായി. ശത്രുക്കളുടെ എതിർപ്പും മുസ്ലിങ്ങളുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. മക്കയിൽ നിന്ന് 400 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന മദീനയിലേക്ക് പലായനം ചെയ്യാൻ പ്രവാചകൻ തന്റെ അനുയായികളോട് കൽപ്പിച്ചു. അൻപത്തിമൂന്നാം വയസ്സിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ തന്റെ വീട്ടിൽ നിന്ന് ശത്രുക്കൾ കാണാതെ പുറത്തിറങ്ങി. തന്റെ സന്തത സഹചാരിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഈ കാണുന്ന ജബലുസ് സൗറിന്റെ മുകളിലെ ഗുഹ ലക്ഷ്യമാക്കി അവർ നീങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരഞ്ഞ് ഗുഹക്കടുത്തെത്തിയ ശത്രുക്കൾ കാണാതിരിക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കൂടി 3 ദിവസം ഒളിച്ചിരുന്ന സൗർ ഗുഹയാണിത്. ശത്രുക്കൾ നബിയെ തിരഞ്ഞ് ഗുഹാമുഖത്തെത്തി. ഭയവിഹ്വലനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചെവിയിൽ പ്രവാചകൻ മന്ത്രിച്ചു, ദുഃഖിക്കേണ്ട, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. സൃഷ്ടികളിൽ അത്യുത്തമനായ പ്രവാചകന് അഭയം നൽകിയ സൗർ ഗുഹയുടെ ഉൾഭാഗം. അധ്യായം 9 തൗബ 40-ാം സൂക്തത്തിൽ ഈ സംഭവം വിവരിക്കുന്നുണ്ട്. ശത്രുക്കൾ പിരിഞ്ഞുപോയ ശേഷം രണ്ടുപേരും ഒരു വഴികാട്ടിയുടെ കൂടെ ഒട്ടകപ്പുറത്ത് മദീനയിലേക്ക് നീങ്ങി. സൗർ മലയിൽ നിന്ന് ഹിറാമലയുടെ ദൂരദൃശ്യം.
മദീനയുടെ കഷ്ടിച്ച് 3 കിലോമീറ്ററോളം അടുത്ത് കിടക്കുന്ന ഹുബായിലെത്തിയ പ്രവാചകന്റെ ഒട്ടകം അവിടെ മുട്ടുകുത്തി. 4 ദിവസം കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം പ്രവാചകന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഈ ഖുബാ പള്ളി പിൽക്കാലത്ത് സൗദി അറേബ്യൻ ഗവൺമെന്റ് പുതുക്കി പണിതു. പിന്നീട് മദീനയിലേക്ക് സഞ്ചരിക്കുന്ന വഴിയിൽ റാനൂനയിലെ വാദി സാലിമിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ആദ്യത്തെ ജുമുഅ നടത്തിയത് ഈ പള്ളിയിൽ വെച്ചാണ്. ഇതാണ് മസ്ജിദുൽ ജുമുഅ. പിന്നീട് ഗവൺമെന്റ് ഇത് പുതുക്കി പണിതു. മദീനയിലെത്തിയ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം ചെയ്ത ജോലി മുസ്ലിങ്ങളുടെ സാംസ്കാരിക കേന്ദ്രമായി ഒരു പള്ളി നിർമ്മിക്കുകയായിരുന്നു. അന്നു നിർമ്മിച്ച കൊച്ചുപള്ളി പിന്നീട് പുതുക്കി പണിതു. ഇപ്പോൾ ഈ മസ്ജിദുൻ നബവി ലക്ഷക്കണക്കിന് ആളുകൾക്ക് നമസ്കരിക്കാൻ മാത്രം വിശാലമാണ്. പള്ളി മുസ്ലിങ്ങളുടെ സാംസ്കാരിക കേന്ദ്രമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ ക്ലാസും കോടതിയും ഓഫീസും പാർലമെന്റുമെല്ലാം ഈ പള്ളിയായിരുന്നു. ബദർ. മക്കയിൽ നിന്ന് അവിശ്വാസികളുടെ ഉപദ്രവം സഹിക്കവയ്യാതെ നാടും വീടും വിട്ട് ഓടിപ്പോയ മുസ്ലിങ്ങളെ മദീനയിലും സ്വൈരമായി ജീവിക്കുവാൻ മക്കയിലെ മുശ്രിക്കുകൾ അനുവദിച്ചില്ല. മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ പണം സംഭരിച്ച ശേഷം അബൂ സുഫിയാനും സംഘവും മടങ്ങിയത് ഈ മണൽക്കുന്നിനപ്പുറത്തുകൂടിയായിരുന്നു. മക്കയിൽ നിന്നെത്തിയ ആയുധസജ്ജരായ 1000-ഓളം വരുന്ന ഖുറൈശി സൈന്യം മദീനയുടെ 80 കിലോമീറ്റർ അടുത്ത് ഈ ബദറിലെത്തിയപ്പോൾ പ്രതിരോധത്തിന് നിർബന്ധിതരായ യുദ്ധസന്നാഹങ്ങൾ കുറഞ്ഞ 313 സഹാബാക്കൾ ഏകദൈവത്തിലും അവന്റെ ദൂതനിലുമുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന് തുറന്ന പോരാട്ടം നടത്തിയ ബദർ രണാങ്കണമാണിത്. സത്യവിശ്വാസത്തിനു വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ ധീരരക്തസാക്ഷികളായി സ്വർഗം കൈവരിച്ച 13 പേരുടെ ഖബറുകൾ സമനിരപ്പായ ഈ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഖബറുകൾ കെട്ടിപ്പൊക്കുന്നതും മറവ് ചെയ്യപ്പെട്ടവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും ഇസ്ലാം കർശനമായി നിരോധിച്ചിട്ടുണ്ട്. ബദറിലെ ശുഹദാക്കളുടെ പേര് പറയുന്നത് ബദറിന്റെ കാവൽക്കാരൻ സയ്യിദ് ഹുസൈൻ ഫറാജ്, سعد بن خيثمة، صفوان بن وهب، حارث بن صاغة، مبشر بن عبد المنذر، ذو الشمالين بن عبد عمرو، مهجع بن صالح، عاقل بن البكير، رافع بن المعلى، عمير بن الحمام، يزيد بن الحارث, ഉത്ബത്ത്, ഷൈബത്ത്, അബൂജഹൽ തുടങ്ങിയ നേതാക്കൾ ഉൾപ്പെടുന്ന അവിശ്വാസികളായ ഖുറൈശി സൈന്യം തമ്പടിച്ചത് ഇവിടെയായിരുന്നു. പ്രവാചകന്റെയും മുസ്ലിങ്ങളുടെയും കഠിന ശത്രുവായ അബൂജഹൽ 2 അൻസാരി യുവാക്കളുടെ കയ്യാൽ വധിക്കപ്പെട്ടത് ഇവിടെ വെച്ചാണ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആയിരക്കണക്കിന് മലക്കുകൾ ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വന്ന് മുസ്ലിം സൈന്യത്തോടൊപ്പം യുദ്ധം ചെയ്തു. പ്രവാചകന്റെ നേതൃത്വത്തിൽ മുസ്ലിം സൈന്യം തമ്പടിച്ചത് ഈ സ്ഥലത്തായിരുന്നു. മുസ്ലിങ്ങൾക്ക് സജ്ജീകരണങ്ങൾ എത്രയോ കുറവായിരുന്നിട്ടും ഖുറൈശികൾ യുദ്ധക്കളം വിട്ടോടുകയും ബദറിൽ മുസ്ലിങ്ങൾ ദൈവസഹായത്താൽ വിജയം വരിക്കുകയും ചെയ്തു. മസ്ജിദ് ഹാരിസ് എന്ന ഈ പള്ളിയുടെ സ്ഥാനത്തായിരുന്നു പ്രവാചകന്റെ തമ്പ്. ബദറിലെ ബന്ദികളിൽ ധനികരെ മോചനദ്രവ്യം വാങ്ങിയും ചില ദരിദ്രരെ 10 മുസ്ലിങ്ങൾക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുത്തതിനാലും പ്രവാചകൻ വിട്ടയച്ചുകൊണ്ട് വിശാല മനസ്കത കാണിച്ചു. ഉഹദ്. പ്രവാചകൻ വളരെയേറെ മഹാമനസ്കനായിരുന്നിട്ട് പോലും ഖുറൈശികൾ അടങ്ങിയിരിക്കാൻ തയ്യാറായില്ല. മക്ക ഖുറൈശികളും മറ്റു ഗോത്രങ്ങളും ചേർന്ന് 3000-ഓളം വരുന്ന സൈന്യം മദീനയെ ആക്രമിക്കാൻ ഉഹദിലെത്തി. അബ്ദുല്ലാഹിബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 50 അമ്പെയ്ത്തുകാരെ പ്രവാചകൻ ഈ ജബലുർ റുമാത്തിന്റെ മുകളിലായിരുന്നു നിയോഗിച്ചിരുന്നത്. പ്രവാചകൻ അവരോട് കൽപ്പിച്ചു, എന്റെ കൽപ്പന കിട്ടുന്നതുവരെയും ഈ കുന്നിൽ നിന്ന് ഇറങ്ങരുത്. ശത്രുക്കളുടെ നേരെ അമ്പെയ്ത്ത് തുറന്നുകൊണ്ടേയിരിക്കുക.
മദീനയുടെ വളരെ അടുത്ത് കിടക്കുന്ന ഉഹദിൽ 700 സത്യവിശ്വാസികൾ സത്യനിഷേധികളുമായി കൊടുമ്പിരി കൊണ്ട യുദ്ധം നടത്തിയത് ഈ കാണുന്ന താഴ്വരയിലാണ്. പരലോക വിശ്വാസത്താൽ പ്രചോദിതരായി മുന്നോട്ടു കുതിച്ച മുസ്ലിം സൈന്യത്തിന്റെ മുമ്പിൽ ഉറച്ചു നിൽക്കാൻ ശത്രുക്കൾക്ക് സാധിച്ചില്ല. നേതാക്കളും പതാകവാഹകരും വധിക്കപ്പെട്ടതോടെ സത്യനിഷേധികൾ പിന്തിരിഞ്ഞോടി. ഇത് കണ്ട അമ്പെയ്ത്തുകാരിൽ 10 പേരൊഴിച്ച് മറ്റെല്ലാവരും കൽപ്പന അവഗണിച്ച് കുന്നിൽ നിന്നിറങ്ങി അവിശ്വാസികൾ വിട്ടേച്ചുപോയ ആയുധങ്ങളും സമ്പത്തും ശേഖരിക്കാൻ ഒരുങ്ങി. ഈ അവസരം ഉപയോഗപ്പെടുത്തി ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിൽ ശത്രുക്കളുടെ കുതിരപ്പടയാളികൾ കുന്നിന്റെ പിൻഭാഗത്തുകൂടെ മുകളിലേക്കു കയറി മുസ്ലിങ്ങളുടെ നേരെ യുദ്ധം തുടങ്ങി. ആശയക്കുഴപ്പത്തിലകപ്പെട്ട മുസ്ലിം സൈന്യം ചിതറുകയും ചിലർ പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്തു. ഈ അനിശ്ചിതാവസ്ഥയിൽ നിരവധി മുസ്ലിങ്ങൾ രക്തസാക്ഷികളായി. മുസ്ലിങ്ങൾ വീണ്ടും ശക്തി സംഭരിച്ച് ശക്തമായ മുന്നേറ്റം നടത്തി. ശത്രുക്കൾ യുദ്ധക്കളം വിട്ടോടി. ഉഹദിലെ 60ഓളം രക്തസാക്ഷികളുടെ കബറുകൾ സമനിരപ്പായ ഈ മതിൽക്കെട്ടിനകത്താണ്. മധ്യത്തിലുള്ളത് പ്രവാചകന്റെ പിതൃവ്യൻ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കബറാണ്. പരലോക വിജയം ലക്ഷ്യമാക്കുമ്പോൾ വിജയവും ഭൗതിക താൽപര്യത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ പരാജയവും സംഭവിക്കുമെന്ന പാഠമാണ് ഉഹദ് നൽകുന്നത്. ഖന്ദഖ്. സമാധാനം അധികകാലം നീണ്ടുനിന്നില്ല. ഖുറൈശികളും മറ്റ് 6 ഗോത്രങ്ങളും ചേർന്ന് 10,000-ഓളം പടയാളികളും 2,500-ലധികം ഒട്ടകങ്ങളും നിരവധി ആയുധങ്ങളും അനേകം കുതിരപ്പടയാളികളും ചേർന്ന് ആർത്തലച്ചു വന്ന സഖ്യകക്ഷി സൈന്യം മദീനയെ ആക്രമിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു. ഇതറിഞ്ഞ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളുമായി യുദ്ധതന്ത്രങ്ങളെക്കുറിച്ച് കൂടിയാലോചിച്ചു. മദീനയ്ക്ക് ചുറ്റും കിടങ്ങ് കുഴിച്ച് ശത്രുവിന്റെ മുന്നേറ്റം തടയുക എന്ന പേർഷ്യൻ യുദ്ധതന്ത്രം സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു മുന്നോട്ട് വെച്ചു. പ്രവാചകൻ അത് അംഗീകരിച്ചു. ഒരാഴ്ചത്തെ കഠിനാധ്വാനത്തിലൂടെ 9,000 അടി നീളത്തിലും കുതിരപ്പടയാളികൾക്ക് എളുപ്പം ചാടിക്കടക്കാൻ കഴിയാത്തത്ര വീതിയിലും ആഴത്തിലും കിടങ്ങ് കുഴിച്ചു. പട്ടിണി കൊണ്ട് നിവർന്നു നിൽക്കാൻ കഴിയാതെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കൊണ്ടായിരുന്നു പ്രവാചകനും അനുചരന്മാരും കിടങ്ങ് കുഴിച്ചത്. ഈ റോഡിന്റെ സ്ഥാനവും കൂടി ഉൾക്കൊള്ളുന്നതായിരുന്നു അന്നത്തെ കിടങ്ങ്. കിടങ്ങിനപ്പുറത്തെത്തിയ സഖ്യകക്ഷി സൈന്യം അഗാധമായ കിടങ്ങുകൾ കണ്ട് അമ്പരന്നു. കിടങ്ങിനിപ്പുറവും സൽ പർവ്വതമുകളിലും നിലയുറപ്പിച്ച മുസ്ലിങ്ങളുമായി അമ്പെയ്ത്തിൽ മാത്രം ദിവസങ്ങളോളം യുദ്ധം നീണ്ടുനിന്നു. മുസ്ലിങ്ങളുമായുള്ള സമാധാന കരാർ ലംഘിച്ചുകൊണ്ട് ജൂതന്മാർ ശത്രുക്കളോട് ചേർന്നു. പ്രവാചകന്റെ തമ്പ് മസ്ജിദുൽ ഫത്ഹ് എന്ന ഈ പള്ളിയുടെ സ്ഥാനത്തായിരുന്നു. ഇതേ അവസ്ഥ ദിവസങ്ങളോളം നീണ്ടുനിന്നു. രാത്രി ശക്തമായ കാറ്റടിച്ചു. മഴ കോരിച്ചൊരിഞ്ഞു. ഇടിയും മിന്നലും ശക്തമായി. കൊടുങ്കാറ്റിൽ തമ്പുകൾ പറന്നുപോയി. മുസ്ലിങ്ങൾ കിടങ്ങുകൾ കടന്നുവന്ന് ആക്രമിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച സഖ്യകക്ഷി സൈന്യം നേരം പുലരുന്നതിന് മുൻപ് ഖന്ദഖിൽ നിന്ന് സ്ഥലം വിട്ടു. അള്ളാഹുവിന്റെ തന്ത്രം മുസ്ലിങ്ങളെ രക്ഷിച്ചു. വമ്പിച്ച ഒരത്യാഹിതത്തിൽ നിന്ന് രക്ഷിച്ച ദൈവത്തെ മുസ്ലിങ്ങൾ സ്തുതിച്ചു. ഖൈബർ. ഹുദൈബിയ സന്ധിയിലൂടെ മദീനയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു. എന്നാൽ വഞ്ചകരായ ജൂതഗോത്രങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം മുസ്ലിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാനാവില്ലെന്ന് ഖന്ദഖിന്റെ അനുഭവത്തിൽ നിന്ന് ബോധ്യപ്പെട്ടു. 100 കുതിരപ്പടയാളികളും 160 കാലാൾപ്പടയും പ്രവാചകന്റെ നേതൃത്വത്തിൽ മദീനയിൽ നിന്ന് ഖൈബറിലേക്ക് പുറപ്പെട്ടു. ഖൈബറിലെ ജൂതന്മാരുടെ മർഹബ് കോട്ടയാണിത്. മുസ്ലിങ്ങൾ ദിവസങ്ങളോളം കോട്ട ഉപരോധിച്ചു. ശക്തമായ ഏറ്റുമുട്ടലിന് ശേഷം ജൂതന്മാർ കോട്ടയിൽ നിന്ന് പുറത്തുവന്ന് കീഴടങ്ങി. ഗോതമ്പ് വൈക്കോലും കളിമണ്ണും കുഴച്ച് ഈന്തപ്പന തടികൾ ചേർത്ത് വെച്ച് നിർമ്മിച്ച ഈ 3 നില കോട്ട 1500 വർഷങ്ങൾക്ക് ശേഷവും ചരിത്രത്തിന്റെ മൂകസാക്ഷിയായി നിലകൊള്ളുന്നു. ഖൈബറിലെ ജൂതന്മാരുടെ വീടുകളുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇത് ഖൈബറിലെ ജൂത ദേവാലയം.
അവിശ്വാസികളെ കൊന്നൊടുക്കുക എന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നയമായിരുന്നില്ല. മുസ്ലിങ്ങളുടെ മുമ്പിൽ നിർബന്ധിതരായി കീഴടങ്ങിയ ജൂതന്മാരോട് പ്രവാചകൻ മാന്യമായിട്ടാണ് പെരുമാറിയത്. തിരുത്തപ്പെട്ട തൗറാത്തിന്റെ ഏടുകൾ പിടിച്ചെടുത്തിരുന്നത് അവർക്ക് തന്നെ തിരിച്ചുകൊടുത്തു. കൃഷിഭൂമിയുടെ ഉടമാവകാശം തങ്ങൾക്ക് തന്നെ വിട്ടുതരണമെന്ന നിർദ്ദേശം പ്രവാചകൻ അംഗീകരിച്ചു. ജൂതന്മാരുമായി സമാധാന കരാർ ഉണ്ടാക്കിയ ശേഷമാണ് മുസ്ലിങ്ങൾ ഖൈബറിൽ നിന്ന് മടങ്ങിയത്. പ്രവാചകന്റെ കത്തുകൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ മുഴുവൻ സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിക്കാൻ നിയോഗിക്കപ്പെട്ട ദൈവദൂതനാണ്. ബഹ്റൈൻ ഭരണാധികാരിയായിരുന്ന മുന്തിറുബിനു സാവിക്ക് പ്രവാചകൻ അയച്ച കത്തിന്റെ പകർപ്പ്. ഈജിപ്തിലെ മുഖൗഖിസ് രാജാവിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പ്രവാചകൻ അയച്ച കത്തിന്റെ കോപ്പിയാണിത്. കയ്യെഴുത്തുകൾ പ്രവാചകന്റേതല്ല. താഴെ നിന്ന് മുകളിലേക്ക് വായിച്ചാൽ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന എഴുത്തുള്ള സീൽ പ്രവാചകന്റെ മോതിരം കൊണ്ടടിച്ചതാണ്. മുഅ്ത. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിറിയയിലെ ബുസ്രായിലുള്ള ഹിറാക്ലിയസ് ചക്രവർത്തിയുടെ ഗവർണറുടെ അടുക്കലേക്ക് ഒരു ദൂതനെ അയച്ചു. AD 629 പ്രവാചകന്റെ സന്ദേശവുമായി ഹാരിസ് ഇബ്നു ഉമൈറുൽ അസ്ദി റളിയല്ലാഹു അൻഹു ചുട്ടുപൊള്ളുന്ന മരുഭൂമികളും താഴ്വരകളും കടന്ന് ഏകാന്തനായി കുതിരപ്പുറത്ത് ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ച് ജോർഡാനിലെ അൽ കറക്കിന് സമീപത്തുള്ള ഈ മുഅ്തയിലെത്തി പ്രവാചകന്റെ കത്തുകൊടുത്തു. ഉടൻ തന്നെ ദൂതൻ നിഷ്കരണം വധിക്കപ്പെട്ടു. ദൂതന്മാരെ വധിക്കരുതെന്ന സാമാന്യ മര്യാദ പോലും പാലിക്കാത്ത ഈ ധിക്കാരം അവസാനിപ്പിക്കാൻ തന്റെ വളർത്തുപുത്രനായ സെയ്ദ് ബിനു ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 3000 ഭടന്മാരെ പ്രവാചകൻ അയച്ചു. യാത്ര അയക്കുമ്പോൾ പ്രവാചകൻ കൽപ്പിച്ചു, ശത്രുക്കളുടെ സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും കൊല്ലരുത്, കെട്ടിടങ്ങൾ തകർക്കരുത്, വൃക്ഷങ്ങൾ നശിപ്പിക്കരുത്. അല്ലാഹു നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. മദീനയിൽ നിന്ന് പുറപ്പെട്ട സൈന്യം ശൂന്യമായ ഉത്തര അറേബ്യൻ മരുഭൂമികളിലൂടെ സഞ്ചരിച്ച് ഇപ്പോൾ ജോർഡാനിൽ ഉൾപ്പെടുന്ന മുഅ്തയിലെത്തി. 2 ലക്ഷത്തോളം വരുന്ന റോമാ സൈന്യം 3000 മുസ്ലിം സൈന്യവുമായി ഏറ്റുമുട്ടിയ മുഅ്ത യുദ്ധക്കളമാണിത്. ഉമവിയ ഭരണാധികാരിയായ അബ്ദുൽ മലിക്കിന്റെ ഭരണകാലത്ത് നിർമ്മിച്ച സ്മാരക മന്ദിരത്തിന്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ അവിടെ കൂടിക്കിടക്കുന്ന കല്ലുകൾ. പ്രവാചകന്റെ പതാകയുമേന്തി ശത്രുമധ്യത്തിലേക്ക് കുതിച്ച സെയ്ദ് ബിനു ഹാരിസ ധീരമായി രക്തസാക്ഷിത്വം വരിച്ചു. ഉടനെ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പതാക ഏറ്റുവാങ്ങി ശത്രുമധ്യത്തിലേക്ക് തുളച്ചുകയറി. കൈകൾ വെട്ടിവീഴ്ത്തപ്പെട്ടപ്പോൾ കക്ഷത്തിൽ പതാക ഇറുക്കിപ്പിടിച്ചു. കാലും ഇതേ സ്ഥാനത്ത് വെട്ടിവീഴ്ത്തപ്പെട്ട് അദ്ദേഹം രക്തസാക്ഷിയായി. ഞൊടിയിടയിൽ പതാകയുമേന്തി ശത്രുനിരയിലേക്ക് കുതിച്ച അബ്ദുല്ലാഹിബ്നു റവാഹയും ഇതേ സ്ഥാനത്ത് തന്നെ രക്തസാക്ഷിത്വം വരിച്ചു. ഉയർന്നു നിൽക്കുന്നത് അവരുടെ ഖബറുകളല്ല, രക്തസാക്ഷിത്വ സ്മാരകമായി ഉയർത്തിയ അടയാളമാണ്. 3 പേരുടെയും മരണവാർത്തയറിഞ്ഞ പ്രവാചകൻ അവരുടെ ആത്മാവുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടതായി സന്തോഷവാർത്തയറിയിച്ചു. 3 സൈന്യനായകന്മാരും ദൈവസന്നിധിയിലേക്ക് യാത്രയായപ്പോൾ ചടുലനും നിപുണനുമായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു യുദ്ധനേതൃത്വം ഏറ്റെടുത്ത് സൈന്യത്തെ പുനരേകീകരിച്ചു. മദീനയിൽ നിന്ന് പോഷക സൈന്യം വന്നിരിക്കുന്നുവെന്ന് തെറ്റിദ്ധരിച്ച റോമാ സൈന്യം പിന്തിരിഞ്ഞോടി. സൈന്യത്തിന്റെ എണ്ണമല്ല, ദൈവീക സഹായമാണ് വിജയത്തിന് നിദാനമെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു.
മക്ക വിജയം. മരുഭൂമിയുടെ വിശാലതയിലൂടെ 10,000-ഓളം വരുന്ന മുസ്ലിങ്ങളെ നയിച്ചുകൊണ്ട് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകാതെ മക്കയിലേക്ക് നീങ്ങി. തന്നെയും അനുചരന്മാരെയും വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും പുറത്താക്കുകയും വേദനാജനകമായ കൊടും ക്രൂരതകൾ ഏൽപ്പിക്കുകയും ചെയ്ത മക്കയിലെ ഖുറൈശികളും അവരുടെ നേതാക്കന്മാരും നിർബന്ധിതാവസ്ഥയിൽ തനിക്ക് കീഴൊതുങ്ങിയപ്പോൾ കാരുണ്യത്തിന്റെ പ്രതീകമായ പ്രവാചകൻ അവർക്ക് മാപ്പ് കൊടുത്തതായി പ്രഖ്യാപിച്ചു. സ്വന്തം മതവും വിശ്വാസവും അനുസരിച്ച് ജീവിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യം നൽകി. വാളുകൊണ്ടാണ് ഇസ്ലാം പ്രചരിച്ചതെന്ന പ്രചരണം തെറ്റാണെന്ന് തെളിയിക്കുന്ന നിരവധി സംഭവങ്ങളിൽ ഒന്ന് മാത്രമാണിത്. മതത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കാത്ത എല്ലാ അമുസ്ലിങ്ങളോടും നന്മ ചെയ്യണമെന്നും നീതി കാണിക്കണമെന്നും ഖുർആൻ അധ്യായം 60 മുംതഹിന 8-ാം സൂക്തത്തിൽ അല്ലാഹു അസന്നിഗ്ധമായി മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്നു. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ ചീത്ത പറയരുതെന്ന് ഖുർആൻ 6-ാം അധ്യായം 108-ാം സൂക്തത്തിലും മതത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത എല്ലാ ഇതര മതസ്ഥരോടും നീതി കാണിക്കണമെന്നും അവർക്ക് നന്മ ചെയ്യണമെന്നും 60-ാം അധ്യായം 8-ാം സൂക്തത്തിലും അല്ലാഹു മുസ്ലിങ്ങളോട് അസന്നിഗ്ധമായി കൽപ്പിക്കുന്നു. ബിർ ഉസ്മാൻ. മദീനയിൽ കടുത്ത വെള്ളക്ഷാമം പിടിപെട്ടു. റൂമ എന്ന ജൂതന്റെ ഉടമസ്ഥതയിലുള്ള ഈ കിണറ്റിൽ മാത്രം വെള്ളം വറ്റിയില്ല. റൂമായുടെ കിണർ വാങ്ങി മുസ്ലിങ്ങൾക്കായി ദാനം ചെയ്യുന്നവർക്ക് സ്വർഗമുണ്ടെന്ന് പ്രവാചകൻ പറഞ്ഞു. ഇത് കേട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 20,000 ദിർഹം കൊടുത്ത് ഈ കിണർ വാങ്ങി മുസ്ലിങ്ങൾക്ക് ദാനം ചെയ്തു. ഇത് മദീനയിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരെയാണ്. ഇതിലിപ്പോഴും സമൃദ്ധമായി വെള്ളമുണ്ട്. ഹജ്ജത്തുൽ വദാ. ആദ്യമായും അവസാനമായും പ്രവാചകൻ ഒരു ഹജ്ജ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഹജ്ജിന് പുറപ്പെടാൻ തീരുമാനിച്ച വിവരം പ്രവാചകൻ വിളംബരം ചെയ്തു. അറേബ്യയുടെ നാനാഭാഗങ്ങളിലും ആ വിളംബരം മാറ്റൊലി കൊണ്ടു. നഗരങ്ങളും കുഗ്രാമങ്ങളും മലഞ്ചെരിവുകളും മരുഭൂമികളും ആ വിളിക്കുത്തരം നൽകി. ജനങ്ങൾ മദീനയിലേക്ക് പ്രവഹിച്ചു. മരണത്തിന്റെ ഏകദേശം 3 മാസം മുമ്പ് AD 632 1,00,000-ഓളം വിശ്വാസികളെയും കൂട്ടി പ്രവാചകൻ മക്കയിലേക്ക് പുറപ്പെട്ടു. മിനായിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമ്പടിച്ചിടത്താണ് ഈ മസ്ജിദുൽ ഖൈഫ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് അറഫയിലെ മസ്ജിദുൻ നമിറ എന്ന പള്ളി. ദുൽഹജ്ജ് 9 പ്രവാചകൻ അറഫയിൽ ഈ പരിസരത്ത് നടത്തിയ ചരിത്രപ്രധാനമായ പ്രസംഗത്തിന്റെ ചുരുക്കം. ജനങ്ങളെ, എന്റെ വാക്കുകൾ സശ്രദ്ധം ശ്രവിച്ചാലും ഇവിടെ വെച്ച് ഇനി ഒരിക്കൽ കൂടി നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിയുമോ എന്നറിയില്ല. ജനങ്ങളെ, നിങ്ങളുടെ രക്തവും സമ്പത്തും അന്ത്യനാൾ വരെ പവിത്രമാണ്. എല്ലാ പലിശകളും അജ്ഞാനകാലത്തെ പ്രതികാര രക്തവും അസാധുവാക്കിയിരിക്കുന്നു. ജനങ്ങളെ, നിങ്ങൾക്ക് സ്ത്രീകളോടും സ്ത്രീകൾക്ക് നിങ്ങളോടുമുള്ള ബാധ്യതകൾ നിറവേറ്റുക. മാന്യമായ വസ്ത്രവും ഭക്ഷണവും നിങ്ങൾ അവർക്ക് നൽകുക. അവരോട് നിങ്ങൾ കാരുണ്യത്തോടെ പെരുമാറുക. അവർക്ക് നിങ്ങൾ ആശ്രിതരും പങ്കാളികളുമാണ്. ദൈവിക വചനത്തിന്റെ പേരിലാണ് അവരെ നിങ്ങൾക്ക് ഇണകൾ എന്ന നിലയിൽ അനുവദനീയമാക്കിയിട്ടുള്ളത്. എന്റെ വാക്കുകൾ സശ്രദ്ധം കേൾക്കുക. വ്യക്തമായ ഒരു കാര്യം വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അത് മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വ്യതിചലിക്കുകയില്ല. ദൈവിക ഗ്രന്ഥവും അവന്റെ ദൂതന്റെ ചര്യയുമാണത്. നിങ്ങൾ ആത്മദ്രോഹം ചെയ്യാതിരിക്കുക. എന്റെ രക്ഷിതാവായ നാഥ, നീ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ എത്തിച്ചു കൊടുത്തിട്ടില്ലയോ? ജനങ്ങൾ ഏകസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, അതെ. പ്രവാചക തിരുമേനി തന്റെ വിരൽ ആകാശത്തേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹുവേ, നീ സാക്ഷ്യം വഹിച്ചാലും ലോകത്തിലെ സർവ്വരാഷ്ട്രങ്ങളിൽ നിന്നും മുസ്ലിങ്ങൾ ദേശഭാഷാ വർണ്ണ ഭേദമന്യേ അറഫാ ദിനത്തിൽ ഇവിടെ താമസിക്കുന്നു. ഉയിർത്തെഴുന്നേൽപ്പു നാളിൽ സർവ്വ മനുഷ്യരും മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സംഭവത്തെ ഇത് ഓർമ്മിപ്പിക്കുന്നു. ഇത് മുസ്ദലിഫ പള്ളി. അറഫയിൽ നിന്ന് മിനായിലേക്ക് പോകുന്ന ഹാജിമാർ താൽക്കാലികമായി മാത്രം താമസിക്കുന്ന മുസ്ദലിഫ.
മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പരലോകത്തേക്കുള്ള യാത്രയിൽ താൽക്കാലികമായി മാത്രം താമസിക്കുന്ന ഭൗതിക ലോകത്തിന്റെ നൈമിഷികതയെയാണ് ഇത് ഉണർത്തുന്നത്. നബിയുടെ കാലം മുതൽ ഇന്നുവരെയും മദീനയിലെ പൊതു ഖബറിടമാണ് ബഖീഉൽ ഗർഖദ് എന്ന ജന്നത്തുൽ ബഖീഅ്. ഇതിലാണ് പ്രവാചകന്റെ ഭാര്യമാരും സന്താനങ്ങളും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ നിരവധി മഹാന്മാരും മഹദികളും സാധാരണക്കാരും അന്ത്യവിശ്രമം കൊള്ളുന്നത്. ക്രിസ്താബ്ദം 632 ജൂൺ 8 പ്രവാചകത്വ പരമ്പരയുടെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് അന്ത്യപ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ 63-ാം വയസ്സിൽ ലോകത്തോട് യാത്ര പറഞ്ഞ ദിനമാണത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ചാണ് പ്രവാചകൻ മരണപ്പെട്ടത്. അവിടെ തന്നെയാണ് പ്രവാചകനെ മറവ് ചെയ്തതും. മദീനയിൽ മസ്ജിദുൻ നബവിയോട് ചേർന്ന് നിൽക്കുന്ന ഇതിനകത്താണ് പ്രവാചകൻ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഖബറുകൾ പ്രവാചകന്റെ സമീപത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നു. നാഗരിക വികാസത്തിന്റെ വിദൂര സാധ്യതകൾ പോലും കാണാത്ത പുരാതന അറേബ്യയിൽ ക്രിസ്താബ്ദം 570 ഏപ്രിൽ മാസത്തിൽ മക്കയിൽ അബ്ദുള്ളയുടെയും ആമിനയുടെയും പുത്രനായി ജനിച്ച് ബാല്യത്തിൽ തന്നെ അനാഥനായി വളർന്ന് യൂണിവേഴ്സിറ്റികളിലോ കോളേജുകളിലോ പഠിച്ചിട്ടില്ലാത്ത, എഴുത്തും വായനയും വശമില്ലാതിരുന്ന, തികച്ചും സത്യസന്ധനെന്ന് ശത്രുക്കൾ പോലും സമ്മതിച്ച മുഹമ്മദ് എന്ന മനുഷ്യൻ 40 വയസ്സുവരെ ലോകത്തോട് അത്ഭുതങ്ങളൊന്നും പറഞ്ഞില്ല. 40 വയസ്സിന് ശേഷം ദൈവത്തിൽ നിന്ന് തനിക്ക് കിട്ടിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചൊല്ലിക്കേൾപ്പിക്കുന്ന വചനങ്ങളുടെ ചരിത്രപരമായ ആധികാരികതയാണ് ഇതുവരെ നാം കണ്ടത്. അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെ ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലേക്കും മാർഗദർശനം നൽകുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഓർക്കുക, സർവലോക നിയന്താവായ ദൈവം അവൻ ഏകനാകുന്നു. അവൻ മോശയുടെയും യേശുവിന്റെയും കന്യാമറിയമിന്റെയും പരിശുദ്ധാത്മാവായ ഗബ്രിയേലിന്റെയും ശ്രീരാമന്റെയും മുഹമ്മദ് നബിയുടെയും ഉൾപ്പെടെ സർവചരാചരങ്ങളുടെയും സൃഷ്ടാവും പരിപാലകനുമാകുന്നു. പല ഭാഷകളിലായി അറിയപ്പെട്ട യഹോവയും അല്ലാഹുവും ആദിപരാശക്തിയും അവൻ തന്നെ. അവനെ മാത്രം ആരാധിക്കുക. മധ്യവർത്തികളില്ലാതെ അവനോട് നേരിട്ട് പ്രാർത്ഥിക്കുക. അവൻ സൃഷ്ടിയല്ല, സർവ സൃഷ്ടികളുടെയും സ്രഷ്ടാവാണ്. ഈ പരമസത്യമാണ് സഹസ്രാബ്ദങ്ങളായി അനേകമനേകം പ്രവാചക പ്രവര്യന്മാർ ആദം മുതൽ യേശുവും മോശയും മുഹമ്മദും വരെ വിളംബരം ചെയ്തത്. ക്ഷണിക സുഖങ്ങൾക്ക് പിറകെ കുതിക്കുന്ന സർവ മനുഷ്യർക്കുമായി ദൈവദൂതന്മാർ മുന്നറിയിപ്പ് നൽകുന്നു. സൂക്ഷിക്കുക, മരണാനന്തരം ഒരു ലോകമുണ്ട്. അന്ത്യനാളിന് ശേഷം നീ അവിടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും നിന്റെ കർമ്മങ്ങൾ വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യും. നന്മകൾക്ക് പ്രതിഫലമായി സ്വർഗവും തിന്മകൾക്ക് പ്രതിഫലമായി നരകവും അവിടെ നമ്മെ കാത്തിരിക്കുന്നു. ഇത് യാഥാർത്ഥ്യമാണ്. പഠിക്കുക. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയിലൂടെ അവതീർണമായ യാതൊരു മാറ്റത്തിരുത്തലുകൾക്കും വിധേയമാവാത്ത സർവവേദങ്ങളുടെയും പൂർത്തീകരണമാണ് പരിശുദ്ധ ഖുർആൻ. ഖുർആനും പ്രവാചകചര്യയും മാതൃകയാക്കി ജീവിതം ചിട്ടപ്പെടുത്തുക. അത് മാത്രമാണ് ഈ ലോകത്തിൽ ശാന്തിയും പരലോകത്തിൽ ശാശ്വത സ്വർഗവും കരസ്ഥമാക്കാനുള്ള ഒരേ ഒരു മാർഗം. നാഥ, ഇരു ലോകത്തിലും വിജയം കൈവരിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തേണമേ.